AMV Abu Dhabi vs Jack Daniel 11. അവേശത്തിന്റെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. AMVക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഇമ്രാൻ ആൻഡ് അഫ്സൽ. സ്ട്രൈക്കിൽ അഫ്സൽ. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 12 പന്തുകൾ നേരിട്ട് 30 റൺസ് നേടിയ താരം അഫ്സൽ. ആദ്യ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു പ്രിൻസ്. ഒരു ഫുൾ ടോസ് ബോൾ. സെമി ഫൈനലിന്റെ ആദ്യ ബോൾ തന്നെ സിക്സറിലേക്ക് കരുത്തുറ്റ സിക്സ് നേടിയെടുക്കുന്നു. കംബാക്ക്. മാത്രം സ്ട്രൈക്കിലെത്തുന്നു ഇമ്രാൻ. കൃത്യമായ ഫീൽഡിംഗ്, കൃത്യമായ ത്രോ. ഒരു റിസ്കി റൺ. രക്ഷപ്പെട്ടു പോകുന്നു റൺഔട്ടിൽ നിന്ന് ഇമ്രാൻ. അഫ്സൽ എന്ന അധികായന്റെ ബാറ്റിന്റെ ചൂടർ യാതൊരു ബൗളറും കടന്നുപോയിട്ടില്ല. ഈ സെമി ഫൈനലിലും ചരിത്രം ആവർത്തിക്കുന്നു. നേരിട്ടത് 3 പന്തുകൾ, നേടിയത് 2 സിക്സുകൾ. സ്കോർ 15ലേക്ക്. ആദ്യ ഓവറിൽ തന്നെ നേടിയെടുക്കുന്നത് 3 സിക്സുകൾ. സ്കോർ 22ലേക്ക്. തണുപ്പൻ കാലാവസ്ഥയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അഫ്സലിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു സിക്സേഴ്സ്. കൃത്യമായൊരു ഫീൽഡിംഗ്. ഡോട്ട് ബോൾ. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 22. സെക്കൻഡ് ഓവർ ബോൾ ചെയ്യാനെത്തുന്നു മഹേഷ് പാലക്കാട്. ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡ് ചെയ്യുന്നു ശ്രീജിത്ത് കൊച്ചാപ്പി. സ്ട്രൈക്കിൽ അഫ്സൽ. ബാക്ക് ടു ബാക്ക് സിംഗിൾ മാത്രം. കൃത്യമായ ബൗളിംഗുമായി മഹേഷ് പാലക്കാട്. ഇമ്രാൻ. ഫീൽഡർ സനു സുബൈർ. യെസ്, കൃത്യമായി ക്യാച്ചിലൂടെ മഹേഷ് പാലക്കാടിന്റെ ബൗളിംഗിൽ സനു സുബൈർ ക്യാച്ച് എടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു ജാക്ക് ഡാനിയൽ 11. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഹാഫിസ്. ഒട്ടനവധി മൈതാനങ്ങളെ സിക്സുകൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച ബാറ്റർ ഹാഫിസ്. ബ്രില്യൻ ബൗളിംഗ്. പക്ഷേ കൃത്യമായൊരു സിംഗിളിലൂടെ സ്ട്രൈക്ക് അഫ്സലിലേക്ക് കൈമാറുന്നു. ഒരു ഫുൾ ടോസ് ബോൾ. വീണ്ടും ഒരു സിംഗിൾ. മഹേഷിന്റെ ബൗളിംഗ് കരുത്തിൽ തിരിച്ചു വരുന്നു ജാക്ക് ഡാനിയൽ 11. ബ്രില്യൻ. വൈവിധ്യമാർന്ന ബൗളിംഗ് കൊണ്ട് കീഴ്പ്പെടുത്തി കളയുന്നു മഹേഷ് പാലക്കാട്. വെറും 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. തേർഡ് ഓവർ ബോൾ ചെയ്യാനെത്തുന്നു സാൻഡി പാലക്കാട്. പാലക്കാടിന്റെ മറ്റൊരു താരം ജാക്ക് ഡാനിയൽ 11 വേണ്ടി. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 26. അഫ്സൽ. ഒരു പവർഫുൾ ഷോട്ട്. പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സാൻഡി പാലക്കാടിന്റെ കൃത്യതയാർന്ന ബൗളിംഗ്. ഓൺ ദ സ്ട്രൈക്ക് ഹാഫിസ്. വണ്ടർഫുൾ ഡെലിവറി. സാൻഡി പാലക്കാട്. വേഷമാകുന്നു സാൻഡി പാലക്കാടിന്റെ ബൗളിംഗിൽ. What a fielding, what a throw. വീണ്ടും ഒരു സിംഗിൾ മാത്രം. ബാക്ക് ടു ബാക്ക് സിംഗിളുകൾ മാത്രം. കൃത്യതയാർന്ന ബൗളിംഗുമായി സാൻഡി പാലക്കാട്. ഹാഫിസ് നേടിയെടുക്കുന്നു അത്യുജ്വല സിക്സ്.
ഹാഫിസിന്റെ ആ ഒരു പട്ടുകൂറ്റൻ സിക്സ് ക്യാമറ കണ്ണുകൾക്കും ഒപ്പിയെടുക്കാൻ കഴിയാതെ പോകുന്നു. ബാക്ക് ടു ബാക്ക് സിക്സുകൾ നേടിക്കൊണ്ട് തിരിച്ചു വരുന്നു AME അബുദാബി. 3 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 41. റാഷി ടു അഫ്സൽ. ദീക്ഷയുള്ള ശ്രമം, പക്ഷേ ഫീൽഡർ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 1 വിക്കറ്റ് നേടിയെടുക്കാനുള്ള അവസരം ഫീൽഡർക്ക് ബോളിലേക്ക് ഓടിയെത്താൻ സാധിക്കാതെ പോകുന്നു. What a shot! Amazing! Big shot! വർണ്ണനകൾക്കും അതീതമാകുന്നു ഒരു അത്യുജ്വല ഷോട്ടിലൂടെ 6 നേടിയെടുക്കുന്നു അഫ്സൽ. What a catch! 6 എന്നുറപ്പിച്ച അഫ്സലിന്റെ ബാറ്റിൽ നിന്നുതിർന്ന ആ കരുത്തുറ്റ ഷോട്ട് തന്റെ ഫീൽഡിംഗ് വൈവിധ്യം കൊണ്ട് പറന്നുയർന്ന് കൈകൾ ഒതുക്കുന്നു. മൈൻ വീണ്ടും അത്ഭുതം തീർക്കുന്നു. ക്വാർട്ടർ ഫൈനലിലും മികവാർന്ന ഒരു ക്യാച്ച് എടുത്ത ഫീൽഡർ ഈ സെമി ഫൈനലിലും അതും അഫ്സലിനെ പോലത്തെ ബാറ്ററുടെ ക്യാച്ച് ക്രീസിലെത്തുന്നു. ന്യൂ ബാറ്റർ ആഷിഖ് അലി ക്വാർട്ടർ ഫൈനലിൽ 13 പന്തുകൾ നേരിട്ട 54 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ഓൾറൗണ്ടർ റാഷി ടു ആഷിഖ് അലി. ആദ്യ ബോൾ തന്നെ ഒരു ബിഗ് ഷോട്ടിൽ ശ്രമം. ഫീൽഡർ സനു സുബൈർ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഒരു ബിഗ് ഷോട്ടിൽ ശ്രമം. ഫീൽഡർ ഒരു റൺഔട്ടിലെ അവസരം. രണ്ടാം റൺസ് നേടാനുള്ള ശ്രമം. ആഫീസ് പുറത്തേക്ക്. 3ാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു ജാക്ക് ഡാനിയൽ 11. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ജസീം പൊന്നാനി ആൻഡ് ആഷിഖ് അലി ക്രീസിൽ ഒന്നിക്കുന്നു. ബോൾ ചെയ്യാനെത്തുന്നു ജോജി. 3 വിക്കറ്റ് നഷ്ടത്തിൽ 52. ഹെലികോപ്റ്റർ ആഷിഖ് അലി വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുന്നു. പക്ഷേ ഫീൽഡർ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വീണ്ടും സ്ട്രൈക്കിലെത്തുന്നു ആഷിഖ് അലി. AME അബുദാബിക്ക് വേണ്ടി ഈദഫ്രയുടെ മണ്ണിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നിറഞ്ഞു കളിക്കുന്നു ആഷിഖ് അലി. Again. ഫിൽറ്റർ സാൻഡി അനായാസം 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വീണ്ടും ആഷിഖ് അലി എവിടെയാണോ നിർത്തിയത് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു 415 സ്ട്രൈക്ക് റേറ്റിൽ ക്വാർട്ടർ ഫൈനലിൽ 13 പന്തുകൾ നേരിട്ട 54 റൺസ് എടുത്ത ബാറ്റർ ആഷിഖ് അലി സെമി ഫൈനലിലും ആവർത്തിക്കുന്നു അത്യുജ്വല പ്രകടനം. ഇനി ശേഷിക്കുന്നത് 2 പന്തുകൾ. സ്കോർ 68. Again, പക്ഷേ ഫീൽഡർ ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു. പക്ഷേ ആഷിഖ് അലി കരുത്തുറ്റ ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷമാണ് ക്രീസ് വിടുന്നത്. ഇനി ശേഷിക്കുന്നത് 1 ബോൾ. സ്കോർ 68. ജസീം പൊന്നാനി നോൺ സ്ട്രൈക്കിൽ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ നിബ്രാസ്. ജോജി ടു നിബ്രാസ്. കൃത്യമായ ബൗളിംഗ് ജോജി. ഫീൽഡ് ചെയ്യുന്നു സനു സുബൈർ. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 3ാം റൺസിനുള്ള ശ്രമം. അമ്പയർ കോൾ ഔട്ട്. വിജയലക്ഷ്യം 71. AME അബുദാബി വേഴ്സസ് ജാക്ക് ഡാനിയൽ 11. സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് അയക്കപ്പെട്ട AME അബുദാബി നേടിയെടുത്തത് 5 വിക്കറ്റ് നഷ്ടത്തിൽ 70.
ജാക്ക് ഡാനിയൽ 11 വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ധിനോജ് ആൻഡ് ശ്രീജിത്ത് കൊച്ചാപ്പി. ക്വാർട്ടർ ഫൈനലിൽ 42 റൺസ് എടുത്ത മികവാർന്ന ബാറ്റിംഗ് പ്രകടനം കൊണ്ട് ടീമിനെ സെമി ഫൈനലിലേക്ക് നയിച്ച ബാറ്റർ ശ്രീജിത്ത് കൊച്ചാപ്പി. ആദ്യ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു വിപിൻ കൃഷ്ണ. സ്ട്രൈക്കിൽ ശ്രീജിത്ത് കൊച്ചാപ്പി. നേരിട്ട് ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ട് തുടക്കമിടുന്നു ശ്രീജിത്ത് കൊച്ചാപ്പി. വിക്കറ്റിന് പിന്നിൽ നിബ്രാസ്. റിവേഴ്സിലെ ശ്രമം, കൃത്യമായ ഫീൽഡിംഗ് ജസീം പനാനി. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾസ്. ഫൈൻ ലെഗിൽ ഫീൽഡ് ചെയ്യുന്നു തൻസീർ. സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന സെമി ഫൈനൽ മത്സരം. വിപിൻ കൃഷ്ണ എക്സലന്റ് ബൗളിംഗ്. ആദ്യ ബോൾ ബൗണ്ടറി വഴങ്ങി തുടങ്ങി, പിന്നീട് 5 ഡോട്ട് ബോളുകളുമായി അതും ശ്രീജിത്ത് കൊച്ചാപ്പി എന്ന അതികായനെ നിർത്തിക്കൊണ്ട് ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 4 റൺസ് മാത്രം. സ്ട്രൈക്കിലെത്തുന്നു ദിനോജ്. ബൗൾ ചെയ്യാനെത്തുന്നു ആഷിഖ് അലി. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 2 ഓവർ ബൗൾ ചെയ്ത് 5 വിക്കറ്റുകൾ നേടിയെടുത്ത ആഷിഖ് അലി തൻ്റെ കൈവിരലുള്ള മാന്ത്രികത ഇവിടെയും ആവർത്തിക്കുമോ നമുക്ക് കാത്തിരിക്കാം. ആവേശത്തിൻ്റെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ഇനി 24 പന്തുകളിൽ നിന്ന് വേണ്ടത് 67 റൺസ്. ബാറ്റർക്കൊന്ന് തൊടാൻ പോലും കഴിയാതെ നിബ്രാസിന്റെ കരങ്ങളിൽ ഭദ്രമാകുന്നു ആ ബോൾ. ഫ്ലിക്ക് ഷോട്ട്, ഫീൽഡർ. ക്യാച്ചിനുള്ള ശ്രമമുണ്ടായിരുന്നു ഇമ്രാൻ. കൃത്യമായത് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ ശ്രീജിത്ത് കൊച്ചാപ്പി. വീണ്ടും ഡോട്ട് ബോൾ. 4 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ ആഷിഖ് അലി 1 റൺസ് മാത്രമാണ് വഴങ്ങുന്നത്. Again, brilliant wicket keeping, Nibraz. നിബ്രാസ് അനായാസം അത് കൈകൾ ഒതുക്കുന്നു ശ്രീജിത്ത് കൊച്ചാപ്പി. ആ കരുത്തനായ ബാറ്ററുടെ വിക്കറ്റ് നേടിക്കൊണ്ട് ആഷിഖ് അലി. ക്വാർട്ടർ ഫൈനലിൽ നിറഞ്ഞടിയ ശ്രീജിത്ത് കൊച്ചാപ്പി ഒന്നനങ്ങാൻ പോലും അനുവദിക്കാതെ AME ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആഷിഖ് അലി വിക്കറ്റ് നേടിയെടുക്കുന്നു കൃത്യമായ ബൗളിങ്ങിലൂടെ. 2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 5 റൺസ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സനു സുബൈർ. 18 പന്തുകൾ വേണ്ടത് 66. നേടിയെടുക്കാൻ കരുത്തുള്ള ബാറ്റർ തന്നെയാണ് ക്രീസിലെത്തുന്നത്. ബൗൾ ചെയ്യാനെത്തുന്നു തൻസീർ. സൈക്കിൾ ധിനോജ്. ഒരു കരുത്തുറ്റ ഷോട്ട്, പക്ഷേ ഫീൽഡർ കൃത്യമായത് ഫീൽഡ് ചെയ്യുന്നു. രണ്ടാം വിക്കറ്റും നഷ്ടമാകുന്നു. വിപിൻ കൃഷ്ണ ബൗണ്ടറിയിൽ കൃത്യമായൊരു ഫീൽഡിംഗുമായി. ബൗൾ ചെയ്യാനെത്തി ആദ്യ ബോളിൽ തന്നെ തൻസീറും വിക്കറ്റ് നേടിയെടുക്കുന്നു. ക്രീസിലെത്തുന്നത് മഹേഷ് പാലക്കാട്. നോൺ സ്ട്രൈക്കിൽ സനു സുബൈർ. വേണ്ടത് 17 പന്തിൽ 66 റൺസ് മാത്രം. What a feeling. അഫ്സൽ ഒരു പക്ഷേ ബൗണ്ടറിയിലേക്ക് പോകുമായിരുന്ന ബോൾ തന്റെ ഫീൽഡിംഗ് മികവ് കൊണ്ട് സേവ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. മഹേഷിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു ഒരു അത്യുജ്വല 6. Again, ഫീൽഡർ ഇമ്രാൻ. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ സനു സുബൈർ. വിജയത്തിലേക്ക് വേണ്ടത് 65. ആഷിഖ് അലി കൃത്യമായത് കൈകൾ ഒതുക്കുന്നു. വിക്കറ്റ് കീപ്പർ നിബ്രാസ് ഒന്ന് വഴുതി പോയപ്പോൾ തന്റെ ദൗത്യം മറക്കാതെ ബോളിലേക്ക് ഓടിയെത്തി കൈകൾ ഒതുക്കുന്നു. തൻസീറിന്റെ ബൗളിംഗിൽ സനു സുബൈർ പുറത്തേക്ക്. വീണ്ടും സമ്മർദ്ദത്തിലാകുന്നു ജാക്ക് ഡാനിയൽ 11. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ജോജി. 3 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12.
ഇനി 12 പന്തുകളിൽ വേണ്ടത് 59. ബോൾ ചെയ്യുന്നു ജസീം പൊന്നാനി. ഡോട്ട് ബോൾ. Again dot ball. സ്കോർ ബോർഡിൽ വെറും 12 റൺസ് മാത്രം. ഒരു ഫുൾ ടോസ് ബോൾ. This is something huge. Yes. Yes. It's about Umpire call 6. Score 18ലേക്ക്. balls completed. Again dot ball. Again. Brilliant. Wonderful delivery. ജസീം പൊന്നാനി. അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ഇമ്രാൻ. സ്ട്രൈക്കിൽ ജോജി. It's a good bowling. Good bowling. It's the last over. ഫീൽഡ് ചെയ്യുന്നു വിക്കറ്റ് കീപ്പർ നിബ്രാസ്. ഒരു സിംഗിൾ മാത്രം. 5 more balls for me. ജാക്ക് ഡാനിയൽ 11 തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ആധിപത്യം പുലർത്തിയ മത്സരം. AME അബുദാബി ഒരു ഏകപക്ഷീയ വിജയത്തോടെ ഫൈനലിലേക്ക് മുന്നേറുന്നു. ഇനി ശേഷിക്കുന്നത് 4 ബോളുകൾ. What a bowling. വീണ്ടും ഒരു സിംഗിൾ മാത്രം ഫീൽഡ് ചെയ്തു ഹാഫിസ്. Completed in the last over of the final of Dhafra. AME അബുദാബി ഫൈനലിലേക്ക്. It's been confirmed. മഹേഷ് ഒരു 6 നേടിയെടുക്കുന്നു. പക്ഷേ ആ ഒരു 6നും വിജയത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോലും സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ആ ഒരു 6ൽ ആവേശം കൊള്ളാൻ കഴിയാതെ പോകുന്നു കണ്ണികൾക്ക്. അവരുടെ അവസാന ബോൾ. പ്രത്യേകിച്ചല്ല ഫൈനലിന് സാക്ഷിയാകാൻ നിങ്ങൾ തയ്യാറാവുക. ഗോൾട്ടനാം വേഴ്സസ് AME അബുദാബി അൽ ദഫ്ര ചലഞ്ചേഴ്സ് ട്രോഫി സീസൺ 2 ഫൈനലിലേക്ക് മുന്നേറുന്നു AME അബുദാബി ഏകപക്ഷീയ വിജയത്തോടെ. ഫൈനലിൽ ഏറ്റുമുട്ടുന്നു AME അബുദാബി വേഴ്സസ് ഗോൾട്ടനാം. കേരളത്തിന്റെ ISPL താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു ഫൈനലിൽ. AME അബുദാബിയുടെ നിരയിൽ ആഷിഖ് അലി ISPL താരമായെത്തുമ്പോൾ ഗോൾട്ടനാമിന്റെ നിരയിലുള്ളത് ISPL താരം മൻസൂർ KL. എന്തുകൊണ്ടും ആവേശകരമായൊരു ഫൈനൽ പിറക്കുന്നു ഈ ദഫ്രയുടെ മണ്ണിൽ.